പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. ഷാഫി പറമ്പിലിന് പകരക്കാരനായി ശക്തനായ നേതാവിനെ തന്നെ ഇറക്കണമെന്നാണ് നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. യുവാക്കൾക്ക് വേണ്ടി ഒരു വിഭാഗം ആവശ്യമുയർത്തുമ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുതിർന്നവർ തന്നെ ഇറങ്ങട്ടെ എന്ന് പറയുന്നവരും ഏറെയാണ്. കെ മുരളീധരൻ, വി.ടി. ബൽറാം, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ പേരുകളെല്ലാം കോൺഗ്രസിൽ ചർച്ചയാകുന്നുണ്ട്. അതിനിടയിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി നടൻ രമേശ് പിഷാരടി എത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത പോരാട്ടം നടന്ന മണ്ഡലമായിരുന്നു പാലക്കാട്. അവസാന നിമിഷം വരെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ഇ ശ്രീധരനും കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നടന്നത്. ഒടുവിൽ 3859 വോട്ടിന് ഷാഫി വിജയിച്ച് കയറുകയായിരുന്നു. ഷാഫിയുടെ ജനസ്വീകാര്യതയാണ് അവസാനം മണ്ഡലം നിലനിർത്താൻ സഹായിച്ചതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ജനസ്വീകാര്യതയുള്ള നേതാവ് മത്സരിക്കണമെന്നാണ് നേതാക്കളും പറയുന്നത്. തൃത്താല മുൻ എം.എൽ.എയും കെ.പി.സി.സി. വൈസ് പ്രസിഡന്റ് കൂടിയായ വി.ടി. ബൽറാമിന്റെ പേരിന് കോൺഗ്രസ് ചർച്ചകളിൽ മുൻതൂക്കം നൽകുന്നുണ്ട്. കോൺഗ്രസിലെ യുവാക്കളുടെ ഹരമാണ് വി.ടി. ബൽറാം. ബി.ജെ.പിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുവെന്നതും വി.ടിയുടെ സാധ്യത കൂടുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരും ചർച്ചയാകുന്നുണ്ട്. ഷാഫിക്കൊപ്പം പാലക്കാട് പല പരിപാടികളിലും നിറസാന്നിധ്യമായിട്ടുണ്ട് രാഹുൽ. മാത്രമല്ല, ഷാഫിക്കും രാഹുലിനെ മത്സരിപ്പിക്കുന്നതിനോട് താല്പര്യമുണ്ട്. തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയം രുചിച്ച കെ മുരളീധരൻ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. കെ മുരളീധരനു വേണ്ടി പാലക്കാട് വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകളും ഫ്ലക്സുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. തൃശൂരിൽ കെ മുരളീധരനെ ബലിയാടാക്കിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ പരാതി. അദ്ദേഹം ഒരു പോരാളിയാണെന്നും അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ ജനപ്രതിനിധിയായി മുരളീധരൻ നിയമസഭയിൽ എത്തണമെന്നുമാണ് ഇവർ പറയുന്നത്. എന്നാൽ ഇവരൊന്നുമല്ലാതെ നടൻ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ചർച്ചകൾ കോൺഗ്രസിൽ നടക്കുകയാണ്. പാലക്കാട് സ്വദേശിയാണ് ഈ നടൻ. കോൺഗ്രസിന്റെ പരിപാടികളിൽ എല്ലാം തന്നെ പിഷാരടിയുടെ സാന്നിധ്യമുണ്ടാകാറുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലെല്ലാം അദ്ദേഹം സജീവമാണ്. അതേസമയം പിഷാരടി മത്സരിക്കുമെന്ന വാർത്തകളോട് നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതിനിടെ ഷാഫിയുടെ അഭാവത്തിൽ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. ശക്തനെ ഇറക്കിയാൽ മണ്ഡലം കൂടെ പോരുമെന്ന് നേതൃത്വം കരുതുന്നുണ്ട്. പാലക്കാട് നഗരസഭയും കണ്ണാടി, മാത്തൂർ, പിരായിരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. ഇതിൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി.ജെ.പിയാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. കണ്ണാടി, മാത്തൂർ, പിരായിരി പഞ്ചായത്തുകൾ കോൺഗ്രസിനൊപ്പം നിന്നതോടെയാണ് ഷാഫി വിജയിക്കുന്നത്. ഇക്കുറി ബി.ജെ.പിക്ക് അനുകൂലമാണ് കാര്യങ്ങളെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. പത്മജ വേണുഗോപാൽ, ബി.ജെ.പി. മുൻ വക്താവ് സന്ദീപ് വാര്യർ, ബി.ജെ.പി. സംസ്ഥാന ട്രഷററും നിലവിൽ നഗരസഭാ വൈസ് ചെയർമാനുമായ ഇ കൃഷ്ണദാസ്, ആലപ്പുഴയിൽ മികച്ച മത്സരം കാഴ്ചവെച്ച ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് ബി.ജെ.പിയിൽ ചർച്ചയാകുന്നത്. മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ബി.ജെ.പിയുടെ വോട്ട് വിഹിതം കൂട്ടുന്നതാണ് ശോഭാ സുരേന്ദ്രന് അനുകൂലമാകുന്ന ഘടകം. നേരത്തെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലും ശോഭ ഇക്കാര്യം തെളിയിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ആലപ്പുഴ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ശോഭയുടെ പ്രകടനം മികച്ചതായിരുന്നു. എന്നാൽ ശോഭ വരുന്നത് തടയാൻ പാർട്ടിയിലെ ഒരു വിഭാഗം ശ്രമിച്ചേക്കുമെന്നും കേൾക്കുന്നുണ്ട്. ആഞ്ഞു പിടിച്ചാൽ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യാമെന്ന ചിന്തയിലാണ് ബി.ജെ.പി.